കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മഹല്ല് സെക്രട്ടറിക്കെതിരെ അഴീക്കാൽ ജുമാ മസ്ജിദിലെ ഉസ്താദ് ഖത്തീബ് റഹ്മത്തുള്ള രംഗത്തെത്തി. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായതായി തെറ്റിദ്ധരിപ്പിച്ചാണ് ചടങ്ങുകൾ നടത്താൻ പ്രേരിപ്പിച്ചതെന്നാണ് വെളിപ്പെടുത്തൽ. താൻ നിക്കാഹ് ചടങ്ങ് നടത്തിക്കൊടുക്കുക മാത്രമാണ് ചെയ്തത്. പെൺകുട്ടി പ്രായപൂർത്തിയായില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചടങ്ങ് നടത്താൻ അനുവദിക്കില്ലായിരുന്നുവെന്നും ഉസ്താദ് റഹ്മത്തുള്ള പറഞ്ഞു. ഇങ്ങനെ നിക്കാഹത്തെ പണിക്കുള്ള ദിവസങ്ങൾ ടൈമിന് നിക്കാഹെന്ന് അറിയിക്കും. നമ്മൾ പോകും, നിക്കാഹ് ചെയ്യും, അവരൊക്കെ പോരും. നമ്മൾ വേറെ നമ്മൾ അറിയാനില്ല. നമ്മളത് അറിയുന്ന ആൾക്ക് കാരണം എല്ലാം അവരുടെ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് എത്തുന്നത്. പെണ്ണിന്റെ പ്രകാരം ഇപ്പോഴും എടുക്കാറ്, ചെക്കത്തെ പ്രകാരം എടുത്ത് പറ്റും. എപ്പോഴും ഈ സമയം വരെ എനിക്ക് അത് പരിചയം. പള്ളിക്കാൻ പറ്റി ഔദ്യോഗികമായിട്ട് സെക്രട്ടറി ആണല്ലോ നമ്മൾ അറിയിക്കല്. സാധാരണ അറിയിക്കലും ചെയ്യണം. എല്ലാ ജമാഅത്തിലുള്ള മെമ്പർമാരും പറയുന്നുണ്ട്. സാധാരണ നടക്കല്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതേറെ വിവാദമായൊരു സംഭവമാണ് പടന്നയിലെ ശൈശവ വിവാഹം. നിയമ നടപടികളായി 4 പേർക്ക്, അതായത് ഈ ഉസ്താദ് ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. അതിനിടെ ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നിക്കാഹ് കഴിച്ച യുവാവ് നാടുവിടുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ഉസ്താദാണ്. പക്ഷെ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തുന്നത് തനിക്ക് പെൺകുട്ടി പ്രായപൂർത്തിയായില്ലെന്ന് അറിവുണ്ടായിരുന്നില്ല, മഹല്ല് സെക്രട്ടറി തെറ്റിദ്ധരിപ്പിച്ചതാണ്. സംഭവത്തിന്റെ വസ്തുത എന്താണ് ബൈജു? ടോമെ, ഈ ശൈശവ വിവാഹം തന്നെ നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു ജമാഅത്ത് കമ്മിറ്റിയുടെ ഒരു വിഭാഗം തുടക്കത്തിലെ ശ്രമിച്ചത്. അത് പൊളിക്കുന്ന കൃത്യമായൊരു ദൃശ്യം, അതായത് ഈ ഉസ്താദ് ഈ വിവാഹ കാർമ്മികത്വം വഹിച്ച ഉസ്താദിന്റെ വാക്കുകളാണ് അതിൽ നിന്നും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, റഹ്മത്തുള്ള എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നുണ്ട്, താൻ ഈ വിവാഹം നടത്തിക്കൊടുത്തു, പക്ഷേ അത് PK താജുദ്ദീൻ എന്ന് പറയുന്ന ജമാഅത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം, അതല്ലാതെ താൻ ഏതെങ്കിലും തരത്തിൽ ഇത് പരിശോധിച്ചിരുന്നില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിവാഹം ചെയ്തു കൊടുക്കില്ലായിരുന്നു എന്നാണ് അദ്ദേഹം ആ ദൃശ്യത്തിൽ പറയുന്നത്. പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്, ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ദുരൂഹത ഉയർന്നിരുന്നു. അതായത് അവിടെ ഉണ്ടായിരുന്ന ഈ സമയത്തെ CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം ഈ രേഖകളെല്ലാം നശിപ്പിക്കപ്പെട്ടിരുന്നു. പോലീസ് ഈ CCTV ഇതിന്റെ ഹാർഡ് ഡിസ്ക് ഒക്കെ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ആ ദിവസത്തെ ദൃശ്യം ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കൃത്യമായൊരു തെളിവ് ഇതിൽ പുറത്തു വന്നിരിക്കുന്നു. അതായത് ചൈൽഡ് ലൈൻ പ്രവർത്തകരെയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതോടൊപ്പം പോലീസുമുണ്ട്. അത്തരം ഇവരോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് റഹ്മത്തുള്ള എന്ന് പറയുന്ന ഈ അഴീക്കൽ ജുമാ മസ്ജിദിന്റെ ഈ ഖത്തീബ് ഇങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ദൃശ്യമാണത്. ഏതായാലും ഇതിൽ സാബിർ എന്ന് പറയുന്ന കേസിലെ 1ാം പ്രതി, ഈ വരൻ ഇപ്പോൾ രാജ്യം വിട്ടിട്ടുണ്ട്. ഇയാൾ ഇപ്പോൾ ദക്ഷിണ കൊറിയയിലേക്ക് കടന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഈ കേസിൽ 4 പേരാണ് പ്രതികളുള്ളത്. അതായത് ഈ വരൻ സാബിർ, അതോടൊപ്പം നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഉസ്താദ്, അതോടൊപ്പം PK താജുദ്ദീൻ എന്ന് പറയുന്ന ജമാഅത്ത് സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ പടന്ന പഞ്ചായത്ത് 13ാം വാർഡ് അംഗമാണ്. ഇങ്ങനെ 4 പേരെ, അതുകൊണ്ട് വധുവിന്റെ പിതാവുമുണ്ട്. അങ്ങനെ 4 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇതിൽ ഇങ്ങനൊരു വിവാഹം നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യം പുറത്തു വരുന്നതും. അതിൽ കൃത്യമായി ഈ ഉസ്താദ് വെളിപ്പെടുത്തുന്നുണ്ട്, ഇങ്ങനൊരു വിവാഹം താൻ നടത്തിക്കൊടുത്തു, പക്ഷെ അത് താൻ ഏതെങ്കിലും തരത്തിൽ അറിഞ്ഞുകൊണ്ടല്ല, ജമാഅത്ത് സെക്രട്ടറി പറഞ്ഞു, അത് പ്രകാരം താൻ ഇങ്ങനെ ചെയ്തു എന്നാണ്. ഇതിൽ ആദ്യം ഈ വധുവിന്റെ വീടിനടുത്തുള്ള മഹലിൽ വെച്ചായിരുന്നു വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ പ്രായപൂർത്തി ആയിട്ടില്ല എന്നറിഞ്ഞ് അവിടെ നടത്താതിരിക്കുകയും പിന്നീട് വരന്റെ വീടിനടുത്തുള്ള ഈ മഹൽ കമ്മിറ്റി ഇങ്ങനെ വിവാഹം ചെയ്തു കൊടുക്കുകയായിരുന്നു. ഏതായാലും 16 വയസ്സുള്ള പെൺകുട്ടിയാണ് ഇത്തരത്തിൽ 24 വയസ്സുള്ള യുവാവ് വിവാഹം കഴിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിവാഹം കഴിച്ച് ഇവർ ഒരുമിച്ച് താമസിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവത്തിൽ പോക്സോ കേസ് ഇതുവരെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതിൽ തുടക്കത്തിൽ തന്നെ ചന്ദേര പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. അതായത് കേസ് അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ആരോപണം തന്നെ ഉയർന്നിരുന്നു. പക്ഷേ അതിൽ കൃത്യമായി കോടതി ഇടപെട്ടു. ഈ ചൈൽഡ് ലൈൻ കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. കോടതിയാണ് ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാൻ കൃത്യമായ നിർദ്ദേശം നൽകുന്നത്. ഇതിനെ തുടർന്നാണ് ഇതിൽ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായത്. ആദ്യം ഉരുണ്ടുകളിച്ച പോലീസ് കൂടുതൽ പേർ പ്രതിപട്ടികയിലേക്ക് വരുമോ? ഇരുവരുടെയും ബന്ധുക്കൾ, മാതാപിതാക്കൾ, അതായത് നിലവിലെ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികളടക്കം, ഉസ്താദ് അടക്കം, ഈ യുവാവടക്കം പ്രതികളായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവരുടെ
വീട്ടുകാർക്കെതിരെ പോലീസ് മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കാത്തത്? ടോമെ, ഈ വധുവിന്റെ പിതാവ് ഈ കേസിൽ പ്രതിയാണ്. ഇത് പോക്സോ ആക്ട് കൂടി ഇതിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറയാത്തത്. അതുകൂടാതെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകും. കാരണം ജമാഅത്ത് കമ്മിറ്റിയിലുള്ള ആളുകൾ, അതോടൊപ്പം ഈ വിവാഹത്തിൽ പങ്കെടുത്ത നിരവധി ആളുകളുണ്ട്. അവരുടെ എടുക്കുന്നതെല്ലാം കൃത്യമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത്. എന്തായാലും കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകും. ഏപ്രിൽ 13-നാണ് ഇത്തരത്തിൽ പടന്ന ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈ പടന്ന ഈ അഴീക്കാൽ ജുമാ മസ്ജിദ് എന്ന സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഒരു വിവാഹം നടക്കുന്നത്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 16 വയസ്സുള്ള പെൺകുട്ടിയാണ്. ഈ പെൺകുട്ടിയെ 24 വയസ്സുകാരനാണ് വിവാഹം കഴിച്ചത്. അതോടൊപ്പം ഈ കൂടെ താമസിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതൊരു പരാതിയായി വരികയായിരുന്നു. ചൈൽഡ് ലൈനിൽ ഈ പരാതി വന്നു. പരാതി പിന്നീട് കോടതിയിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം കോടതിയാണ് ഇതിൽ കൃത്യമായി കേസെടുത്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതും പിന്നീട് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് ചില അട്ടിമറി ശ്രമം ഇതിലുണ്ടായിരുന്നു. ഇതിൽ ചില ആളുകളുടെ കൃത്യമായ ഇടപെടൽ കാരണം പിന്നീട് പോലീസിനെ അത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം വന്നു. ഇനി കൂടുതൽ പേർ ഈ കേസുകളിൽ പ്രതിയാവും തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം ഈ ജമാഅത്ത് കമ്മിറ്റിയിലെ ഒരു വലിയ ഒരു വിഭാഗം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അവരുടെ പ്രത്യേക യോഗം ഇന്നലെയൊക്കെ ചേർത്തിരുന്നു. ഇനി ഭാവിയിൽ എങ്ങനെയാണ് ഇതിൽ ഇടപെടേണ്ടത് സംബന്ധിച്ചൊക്കെ തീരുമാനിക്കാൻ അങ്ങനെ ഒരു യോഗം ചേർന്നിരുന്നു. ഏതായാലും ഈ ദൃശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിവാഹം നടന്നു എന്ന് സ്ഥിരീകരിക്കുന്ന കൃത്യമായ ഒരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രേഖകളെല്ലാം നശിപ്പിച്ചിരുന്നു. അതായത് ആ വിവാഹം നടത്തിയ ആ ദിവസത്തെ രേഖ അവിടെ കാണാനില്ല. അതോടൊപ്പം CCTV ദൃശ്യങ്ങൾ അന്നത്തെ ദിവസം ഏപ്രിൽ 13-ലെ CCTV ദൃശ്യങ്ങളില്ല. അതെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ തെളിവുകൾ നശിപ്പിച്ച ഒരു കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ കൃത്യമായി സംസാരിക്കുന്ന ഒരു തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതും ഈ കാർമ്മികത്വം വഹിച്ച, അതായത് കാസർഗോഡ് ജില്ലയിലെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത്തരം ശൈശവ വിവാഹങ്ങൾ, അതോടൊപ്പം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള മുത്തലാഖ് ഉൾപ്പെടെയുള്ള പല നിയമവിരുദ്ധ നടപടികളും കാസർഗോഡ് നടക്കുന്നുണ്ട്. പലപ്പോഴും അതിനകത്ത് ഈ സാമുദായിക ആചാര്യന്മാർക്കടക്കം, അതായത് ഇതുപോലുള്ള ഉസ്താദുമാർക്കടക്കം അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിക്കടക്കം പങ്കുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവം അവർക്ക് മനസ്സിലാകുന്നില്ലേ? കാരണം കർശനമായ നടപടി ഇത്തരം കേസുകൾ ആവശ്യമല്ലേ? തീർച്ചയായും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മുത്തലാഖുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ 3 കേസുകളാണ് ന്യൂസ് 18 തന്നെയാണ് ആ വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട് നേരത്തെയും കാസർഗോഡ് ജില്ലയിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കേസുകൾ അറിയപ്പെടാതെ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതായത് ഇവിടെ നിന്നും ഇത്തരത്തിൽ വിവാഹം കഴിച്ചതിന് ശേഷം ഈ വരൻ വിദേശത്തേക്ക് കടക്കുന്ന സാഹചര്യം. ഈ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും ഇയാൾ ഇപ്പോൾ ദക്ഷിണ കൊറിയയിലാണുള്ളത്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ വിവാഹം നടത്തി ആരും അറിയാത്ത രീതിയിൽ ചില ആൾക്കാരുടെ മാത്രം ഒത്താശ കൂടി ഇങ്ങനെ വിവാഹം നടക്കുന്നുണ്ട്, ശൈശവ വിവാഹം തന്നെ നിരവധി നടക്കുന്നുണ്ട്, പരാതി വരുന്നുണ്ട്. ഇതിൽ ഒരു എതിർ വിഭാഗം വരികയും അവരുടെ പരാതി അത് നേരിട്ട് പരാതി നൽകിയില്ല, അവരുടെ പേര് നൽകിയില്ല. അങ്ങനെ ചൈൽഡ് ലൈനെ അറിയിച്ചു. അതിനുശേഷം ചൈൽഡ് ലൈൻ ഒരു പരിശോധന നടത്തി. പിന്നീട് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. കോടതിയാണ് ഇതിൽ ചന്ദേര പോലീസിനോട് കേസെടുത്ത് ഇതിൽ അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നത്. പിന്നീട് പോലീസ് അങ്ങനെ നീങ്ങുന്നത്. ഇത് പോലീസ് തന്നെ പറയുന്നത് ഇത്തരം കേസുകളിൽ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഇതിന്റെ രേഖകളൊക്കെ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഈ കേസിലേക്ക് വന്നാൽ തന്നെ ഈ ജമാഅത്തിൽ ഉണ്ടായിരുന്ന ആ രേഖകൾ അവിടെ നിന്നും കാണാനില്ല. അങ്ങനെ ഈ കേസ് ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നു. അവിടെ വലിയൊരു വിഭാഗം ഇതിനെതിരാണ്. മാത്രമല്ല ഇത്തരം മുത്തലാഖ് പോലുള്ള സംഭവങ്ങളിലെല്ലാം ഈ സമുദായത്തിൽ ഒരു വലിയ വിഭാഗം ഇതിനെതിരാണ്. വളരെ ചെറിയ ഒരു വിഭാഗമാണ് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതും നിസ്സാര കാര്യത്തിന്റെ പേരിൽ സ്ത്രീകൾക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ ജമാഅത്ത് കമ്മിറ്റിക്കെതിരെ ഇപ്പോൾ വലിയ വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ജമാഅത്ത് ഭാരവാഹികൾ രാജിവെക്കണമെന്നവരെ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ പോലീസ് ഈ ജമാഅത്ത് ഭാരവാഹികൾക്ക് എല്ലാവർക്കുമെതിരെയും ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരം അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. നിലവിൽ 4 പേരാണ് കേസിൽ പ്രതികൾ. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വധുവിന്റെ പിതാവും അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് ഏറ്റവും പ്രധാനം. വരനും ഉൾപ്പെടുന്നുണ്ട്. കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട കേസിലാണ് പുതിയ വെളിപ്പെടുത്തൽ. തനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്നാണ് ഉസ്താദ് പറയുന്നത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള നീക്കത്തിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.